ഞാൻ ആദ്യം ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഈ പറയുന്ന വീഡിയോയിൽ ഈ പറയുന്ന ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. മാത്രമല്ല, അയാളുടെ ഭാഗത്തു നിന്ന് പ്രഥമ ദൃഷ്ടിയാ കാണുന്ന ഈ വൃത്തികെട്ട ഇടപാടുകൾ അതിനെ ഞാൻ ഒരിക്കലും എൻഡോഴ്സ് ചെയ്യത്തില്ല, ശരിയാണെന്ന് ഞാൻ പറയത്തില്ല. മഹാവൃത്തികേട് തന്നെയാണ്. ഒരു പൊതുപ്രവർത്തകന്, ഒരു സാമൂഹ്യ പ്രവർത്തകന്, ഒരു രാഷ്ട്രീയ പ്രവർത്തകന്, ഒരു MLAക്ക് യോജിക്കുന്ന ഒരു ഇടപാടുമല്ലത്. അത് അയാളെ സംബന്ധിച്ചിടത്തോളം ഈ മൂക്കാതെ പഴുത്തു എന്ന് പറയുന്നില്ലേ, ആ മൂക്കാതെ പഴുത്തതിൻ്റെ പ്രശ്നമുണ്ട്. അതാണ് കാര്യം. കാരണം പെട്ടെന്ന് ഉയർന്നു വന്നു, പടാന്ന് കയറി ഇങ്ങോട്ട് വന്നു, അയാളെ കൊണ്ടു നടക്കാൻ കുറേ പേര് എല്ലാം കൂടായി. അയാൾക്ക് ഇല്ലാത്ത ഒരു ഹാലോ, അതായത് തലയ്ക്ക് ചുറ്റും നമ്മൾ ഈ ഹാലോ എന്ന് നമ്മൾ പറയുമല്ലോ, ആ രീതിയിലുള്ള ഒരു വെളിച്ചം നമ്മൾ കാണുന്നത്. അത് എൻ്റെ മലയാളം എനിക്ക് ഹാലോയുടേത് പറയാൻ അറിയാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഈ ഹാലോ ഇത് അയാൾക്ക് ഉണ്ടായി കിട്ടി. അയാൾ പെട്ടെന്ന് കയറി അത് ചെയ്തു. അവസാനം നല്ല വളരെ വലിയൊരു മത്സരം കാഴ്ചവെച്ചിട്ട് അയാൾ പാലക്കാട് ശരിയായ രീതിയിൽ അയാൾ ജയിച്ചു വന്നു. കാരണം ആൾക്ക് ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് എന്നുള്ള നിലയ്ക്ക് ഇയാളുടെ പേർക്ക് വലിയ താല്പര്യം ഉണ്ടായി ഇയാളിൽ. അതാണ് കാര്യം. അപ്പോൾ BJPക്കാരുടെ വോട്ട് പോലും അവിടെ ഒരുപാട് കുറഞ്ഞു. പാലക്കാട് കുറഞ്ഞിട്ട് നേരത്തെ കിട്ടിയിരുന്ന വോട്ട് അത് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇയാളോട് ആളുകൾക്ക് താല്പര്യമുണ്ട്. ആ രീതിയിലാണ്. ഏതായാലും അടൂർക്കാരനായ ഇയാൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ജയിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാവട്ടെ, ആൾക്ക് അത്രയും താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് അയാൾ ജയിക്കാനിടയായത്. ഇനി ഇപ്പോൾ ഉള്ള ഇടപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ കേസിൻ്റെ, അതായത് ഇയാളുടെ പേർക്ക് ചുമത്തപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ, ഇയാളുടെ മേളിൽ വന്നേക്കുന്ന ആരോപണങ്ങൾ, അതായത് ഒന്ന് ബലാത്സംഗം എന്നുള്ളതാണ്, അതായത് റേപ്പ്, അതാണ് ഒരു ആരോപണം ഒന്ന്. ഇനി രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ആ വനിതയെ അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി. അപ്പോൾ ഹൗസ് ട്രസ്പാസ് ഉണ്ട്, അങ്ങനെ ഒരു ഒഫൻസ് ഉണ്ട്. വീട്ടിൽ അതിക്രമിച്ച് കയറുക, അവിടെ ചെന്നിട്ട് അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുക, അത് എന്ന് പറയുന്ന അലിഗേഷൻസ് ഉണ്ട്. പിന്നെ മൂന്നാമത്തെ അലിഗേഷൻ എന്ന് പറഞ്ഞാൽ, അടുത്ത അലിഗേഷൻ എന്ന് പറയുന്നത് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുക, അങ്ങനെയുള്ള അലിഗേഷനുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോന്നോരോന്ന് ഇതിൻ്റെ ഞാൻ നിയമസാധുതയാം, ഞാൻ നിയമവും അതിൻ്റെ വസ്തുതകൾ പറഞ്ഞിട്ട് അതിനുള്ള നിയമവും കൂടെ ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്ക് ഇയാളെ വെള്ള പൂശേണ്ട യാതൊരു കാര്യവുമില്ല. അതാദ്യമേ ഞാൻ പറയാം. ഇയാളെ വൃത്തികെട്ടവനാണ്, അതിന് സംശയമൊന്നുമില്ല. ഞാൻ ആ രീതിയിൽ തന്നെ കണക്കാക്കുന്നത്. ഇയാളെ സാമൂഹ്യ പ്രവർത്തനം, ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതല്ല, ഇയാളെ കൊള്ളുകയല്ല, അതിനാവാൻ പറ്റുകയല്ല. ഇനി ഇതാ അവരുടെ ക്വാളിഫിക്കേഷൻ എന്നുണ്ടെങ്കിൽ ചിലപ്പം മതിയായിരിക്കും എന്നേ എനിക്ക് ഞാൻ പറയുന്നുള്ളൂ. ഇനി ഈ ഓരോ അലിഗേഷൻ നമുക്ക് നോക്കാം. ഇതിൽ ഉൾപ്പെട്ട വനിത എന്ന് പറഞ്ഞാൽ, ആദ്യം ഈ ആരോപണം പൊന്തി വന്നത് ഏതാണ്ട് കഴിഞ്ഞ ജൂലൈയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, അതായത് ഇപ്പോൾ ഏതാണ്ട് 4 മാസം കഴിഞ്ഞു ആയി ഈ ആരോപണം വന്നപ്പോൾ. 4 മാസം ആവുന്നു. ഇപ്പോഴാണ്, അതുവരെ പരാതിയൊന്നുമില്ല. ഈ പറയുന്ന വനിതയ്ക്ക് യാതൊരു പരാതിയും അയാളുടെ പേരിലില്ല. ഇങ്ങനൊരു ഓഡിയോ സന്ദേശം വെളിയിൽ വന്നു, ശബ്ദ സന്ദേശം വെളിയിൽ വന്നു എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. പക്ഷേ അത് ഓൺ ചെയ്യാനോ ഡിസോൺ ചെയ്യാനോ ഇയാൾ തയ്യാറായില്ല. അതാണ് ഇയാളുടെ പ്രശ്നം. ഒന്നുകിൽ ഇത് എൻ്റെതാണ്, അല്ലെങ്കിൽ എൻ്റെ അല്ല എന്ന് ഇയാൾ പറയുന്നില്ല. അത് പറയുന്നില്ല. അയാൾ പറയുന്ന പരാതി എവിടെ, പരാതി എനിക്കെതിരെ പരാതി വല്ലതും ഉണ്ടോ? ആദ്യം ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു, പിന്നെ പരാതി ഇല്ലല്ലോ എന്നായി, പിന്നെ ഇപ്പം പരാതി വന്നു. ഇനി അതാ ഞാൻ പറയാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബലാത്സംഗ കുറ്റം യഥാർത്ഥത്തിൽ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ ആദ്യം പറയുന്നത്. അതായത് ഈ പറയുന്ന വനിത അവർ വിവാഹിതയാണെന്ന് പറയപ്പെടുന്നു, ഭർത്തൃമതിയാണെന്ന് പറയപ്പെടുന്നു. ഇപ്പോഴും വിവാഹബന്ധം അവർ വേർപെടുത്താതെ, വിവാഹമോചനം നടത്താതെ ജീവിക്കുന്ന ഒരാളായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, മാധ്യമങ്ങളിൽ നിന്ന് കാണുന്നത്. അങ്ങനെയുള്ള ഒരു സ്ത്രീ, ഇപ്പോൾ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു 3-4 വിധിന്യായങ്ങൾ ഈ അടുത്ത കാലത്ത് വന്നു. ഒരു സ്ത്രീ, ഒരു ഭർത്തൃമതിയായ ഒരു സ്ത്രീ, ഒരു സുഹൃത്ത്, വേറൊരു യുവാവ്, ഒരു പയ്യൻ, അവരെ കഴിയും വളരെ പ്രായം കുറഞ്ഞൊരു പയ്യനാണ്, അവനെയും കൊണ്ട് പല പ്രാവശ്യം കാശ്മീരിൽ ശ്രീനഗറൊക്കെ സന്ദർശിച്ചു. ഏതാ 4-5 തവണ പോയി. ഭർത്താവിൻ്റെ അറിവോട് കൂടിയാണ് പോയി. കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ അവരെ ബലാത്സംഗം ചെയ്തു ഇയാൾ എന്ന് പറഞ്ഞിട്ട്
അവർ കൊണ്ടുവന്ന് ഇയാളുടെ പേര് കേസ് കൊടുത്തു. ആ ക്രൈം രജിസ്റ്റർ ചെയ്തു. ആ കേസ് സുപ്രീം കോടതി ക്വാഷ് ചെയ്തു. ഗ്രൗണ്ട് എന്താണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതായത് വിവാഹിതയായ ഒരു സ്ത്രീ ഇതേപോലെ ഒരാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവസാനം അത് ഈ ആദ്യമൊക്കെ കൺസെൻഷ്വൽ, അതായത് ഇത് അവർ പരസ്പര സമ്മതപ്രകാരമുള്ള പരസ്പര ധാരണയോടുകൂടിയുള്ള ലൈംഗിക വീഴ്ചയ്ക്ക് ശേഷം എന്തെങ്കിലും പ്രശ്നം വന്ന് ഇവർ തമ്മിൽ തെറ്റുമ്പോൾ ഈ കാർഡ് എടുക്കുന്നത് ശരിയല്ല. അതായത് ബലാത്സംഗ കാർഡ് പുറത്തെടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് മാത്രമല്ല ഇങ്ങനെയുള്ള അത് സുപ്രീം കോടതി വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് അത് നിൽക്കുകയല്ല എന്ന് പറഞ്ഞു. യഥാർത്ഥം ഞാനും അതോടുകൂടി യോജിക്കുകയാണ്. അത് ശരിയായ കാഴ്ചപ്പാടാണത്. ഇതിനകത്തിപ്പോൾ ഇയാൾ ഈ സ്ത്രീയായിട്ട് അവിഹിത ബന്ധം എന്നേ നമുക്ക് പറയാൻ ഒക്കുള്ളൂ. വിഹിതമെന്ന് പറയാൻ ഒക്കത്തില്ല, അവിഹിതമാണ്. കാരണം ഭർത്താവുള്ള ഒരു സ്ത്രീ, അവരുമായിട്ട് ഇയാൾ ബന്ധപ്പെടുമ്പോൾ ആ സ്ത്രീക്ക് പറയാൻ പറ്റുമോ ഇത് അതെല്ലാം കഴിഞ്ഞു, ശരിയായി, ഇനി അതിൻ്റെ ആ സാഹചര്യങ്ങളോടൊന്ന് ആലോചിക്കണം. ഇയാൾ ഇത് ഊരിപ്പോവും എന്നുണ്ടെങ്കിൽ ഇയാളെ പിടിച്ചിടണം. അതിനുവേണ്ടി ചെയ്ത പണി എന്താണ്? അതിനുവേണ്ടി അതിപ്പോൾ ഞാൻ ആ സ്ത്രീയെ കുറ്റം പറയല്ല. കാരണം ഇങ്ങനെ പോകുന്ന വൃത്തികെട്ടവന്മാരുടെ അടുത്ത് അത് ചെയ്യണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതായത് ആ സ്ത്രീ ഇയാളുടെ അയാളുടെ ശബ്ദ സന്ദേശങ്ങളും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്തു. അതിപ്പോൾ റെക്കോർഡ് ചെയ്ത് നമ്മൾ മനസ്സിലായില്ല, റെക്കോർഡ് ചെയ്തു. അയാളുടെ ശബ്ദം, അത് അയാളുടെ ശബ്ദമാണോ ഇല്ലയോ എന്ന് ഇതുവരെ അയാൾ പറഞ്ഞിട്ടില്ല. എൻ്റെ ആണ് അല്ലെ എൻ്റെ അല്ല എന്ന് അയാൾ പറഞ്ഞിട്ടില്ല. അത് റെക്കോർഡ് ചെയ്തു. ഇനി അത് മാത്രവും ഇയാളുടെ മെസ്സേജുകളെല്ലാം സൂക്ഷിച്ചു വെച്ചു, വാട്സാപ്പ് മെസ്സേജൊക്കെ. കാരണം ഭർത്താവുണ്ടെങ്കിൽ ഇത്രയും വൃത്തികേടൊക്കെ തമ്മിൽ നടക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ റെക്കോർഡ് ചെയ്ത് ആരെങ്കിലും വെക്കുമോ? പിന്നെ ഈ ഒരു കമിതാക്കൾ തമ്മിൽ സംസാരിക്കുന്ന സംസാരം ഇതാരെങ്കിലും റെക്കോർഡ് ചെയ്യാറുണ്ടോ? റെക്കോർഡ് ചെയ്യണമെങ്കിൽ എൻ്റെ ഉദ്ദേശം എന്താ? ഏവൻ എപ്പോഴെങ്കിലും ഊരിപ്പം നേരത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അവനെ പെടുത്തണം, അതിനുവേണ്ടിയല്ലേ? അപ്പോൾ ഇതിനകത്ത് തെളിവ് ചമയ്ക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തി എന്നുള്ളതിന് ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഇത് വേറെ കണ്ട ആരെങ്കിലും റെക്കോർഡ് ചെയ്യണം. ഇതിപ്പോൾ ഈ സ്ത്രീ തന്നെ റെക്കോർഡ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം ഇയാളെ പെടുത്താൻ തന്നെ ചെയ്തേക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം. അയാൾ അതിന് അർഹനാണ്, പെടണം, അതാണ് ഞാൻ പറഞ്ഞേ. പക്ഷേ അങ്ങനെ വരുന്ന ഉടനെയുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇത് ബലാത്സംഗ കുറ്റമാവുമോ? ഇല്ല. അതായത് കൺസെൻഷ്വൽ സെക്ഷൽ ഇൻ്റർകോഴ്സ്, അതായത് പരസ്പര സമ്മതത്തോടെ ഉള്ള ലൈംഗിക വീഴ്ച നടത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് റേപ്പ് ആവത്തില്ല, ബലാത്സംഗം ആവത്തില്ല. അതേ ഉള്ളൂ. ഇത് ഇമ്മോറലാണ്, അധാർമികമാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അത് അങ്ങനെയുള്ള കേസിൽ അത് റേപ്പ് ആവത്തില്ല. ഇനി അത് ബാക്കി ഉള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അന്വേഷണം നടക്കട്ടെ കേട്ടോ. ഇനി ഭീഷണിപ്പെടുത്തി, അതായത് കൺസെൻ്റ് എന്ന് പറയുന്ന ഫ്രീ കൺസെൻ്റ് ആയിരിക്കണം ഒരു സ്ത്രീയുടെ. അതായത് അവർ വളരെ നല്ല മനസ്സോടുകൂടി സമ്മതിക്കുന്നതായിരിക്കണം. അങ്ങനെ എപ്പോഴാണ് ഉണ്ടാകുന്നത്? കൺസെൻറ്റ് ഈസ് സെറ്റ് ടു ബി ഫ്രീ എന്ന് പറയുന്നത്, കൺസെൻറ്റ് ഫ്രീ ആണെന്ന് പറയുന്നത് വെൻ ഇറ്റ് ഈസ് നോട്ട് ഹിറ്റ് ബൈ ഫ്രോഡ്, കൊയർഷൻ ഓർ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അതായത് ഭീഷണിപ്പെടുത്തിയാവരുത്, വഞ്ചിച്ചുകൊണ്ടാകരുത് കേട്ടോ. ഇപ്പോൾ ഈ സ്ത്രീയെ വിവാഹം കഴിക്കാം എന്ന് ഇയാൾ പറഞ്ഞെന്ന് പറയുന്നു. എങ്ങനെ വിവാഹം കഴിക്കും? വേറെ വിവാഹം വന്നാൽ അവർക്ക് നിലനിൽപ്പുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് വിവാഹം കഴിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഒരിക്കലും അല്ല. അപ്പോൾ അതുകൊണ്ട് ചതിച്ചു വഞ്ചിച്ചു എന്നൊന്നും പറയുന്ന കാര്യമില്ല. രണ്ടുപേരും അവരുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റി എന്നുള്ളതാണ്. പിന്നെ ഇയാൾ തെറ്റിപ്പോകാൻ നേരത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഗർഭഛിദ്രം. നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയാൽ അത് അയാൾ മൂലം ഉണ്ടായ ഗർഭമാണെങ്കിലും വേറെ ആരുടെ ഗർഭമാണെങ്കിലും അത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 89 BNS അനുസരിച്ച് യഥാർത്ഥത്തിൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു ഒഫൻസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബലാത്സംഗ കുറ്റം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇതിനകത്ത്. അത് ബാക്കി ഇനി തെളിവനുസരിച്ചിരിക്കട്ടെ, അതുകൊണ്ട് ഞാനൊന്നും പോകുന്നില്ല, ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന കേസല്ലേ. ഇനി ഇത് ഗർഭഛിദ്രം എന്ന് പറയുന്നത്, ഒന്നാമത് ഇത് ഇയാൾ മൂലം ഉണ്ടായ ഗർഭമാണോ അതോ ഇയാളുടേതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം ഇവർ വിവാഹിതയാണ്, ഭർത്തൃമതിയാണ്. അങ്ങനെയുള്ള കേസിൽ ആണെന്നുണ്ടെങ്കിൽ ഇത് ആരുടെ ആണെന്ന് എങ്ങനെ അറിയും? ഫീറ്റസ്, ഈ അകത്ത് കിടക്കുന്ന കുഞ്ഞ് ആരുടെയാണെന്ന് എങ്ങനെ അറിയും?
പിന്നെ ഇത് എന്ന് ഗർഭഛിദ്രം നടത്തി എന്നുള്ളതൊന്നും ഇതുവരെ വിവരം വെളി വന്നിട്ടില്ല. അതിൻ്റെ എവിഡൻസ് എന്താണെന്ന് വന്നിട്ടില്ല. ഇത്രയൊക്കെ അതായത് ഈ സംഭാഷണങ്ങളും ഈ അതുപോലെ തന്നെ വാട്സാപ്പ് ചാറ്റും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനുള്ള എവിഡൻസ്, അതായത് ഈ ഫീറ്റസിനെയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. ഇതിപ്പോൾ പറയപ്പെടുന്നത് ഇയാൾ 2 കോഴ്സ് ഗുളിക ടാബ്ലറ്റ്സ് ഈ സ്ത്രീക്ക് കൊടുത്തയച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ആദ്യം ഏർലി സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിലാണെങ്കിൽ, അതായത് ഒരു 15 ദിവസമോ 20 ദിവസത്തിനകമോ അല്ലെ ഒരു മാസത്തിൻ്റെ താഴെ ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഗുളികയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ്ഡ് ആയിട്ടുള്ള മെൻസ്ട്രേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് മിസ്കാരേജ് ആണ്, ഗർഭഛിദ്രം തന്നെയാണ്, അതുണ്ടാവും. അങ്ങനെയുള്ള ആണെന്നുണ്ടെങ്കിലും അത് ഗർഭഛിദ്രം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതിനൊക്കെ കോൺക്രീറ്റ് എവിഡൻസ് വേണം. അതിനെന്ത് മെഡിക്കൽ എവിഡൻസ് ഉണ്ടായി എന്നുള്ളത് നമുക്കറിയില്ല. ഇനി ഈ പറയുന്ന ഫീറ്റസ്, അതായത് ഇതിനകത്ത് കിടന്നത് അയാളുടേതാണോ അല്ലയോ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ, ഉണ്ടായിരുന്നെങ്കിൽ അത് തെളിയിക്കാൻ DNA എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ഇയാളുടേതാണെന്ന്. അത് കാരണം ഇവർക്ക് വേറെ ഈ ഭർത്താവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഈ അതൊക്കെ ബാക്കിയെല്ലാം പൊക്കോട്ടെ. ഇയാൾ ഇനി അയാളുടെ അല്ല എന്ന് പറഞ്ഞ് ഇയാൾ ഗർഭഛിദ്രം നടത്തിയാലും ശരി, അതിന് ഇയാൾ ഈ മരുന്ന് കൊടുത്തയച്ചു, അയാളുടെ ഒരു സുഹൃത്ത് വഴി കൊടുത്തയച്ചെന്നാണ് പറയുന്നത്. അതായത് അയാളുടെ ഒരു വ്യവസായിയായിട്ടുള്ള സുഹൃത്ത്, അടൂർക്കാരൻ വഴി കൊടുത്തയച്ചു എന്നാണ് പറയുന്നത്. ആ സുഹൃത്തിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ആ സുഹൃത്തും ഇപ്പോൾ പ്രതിയാണെന്ന് പറയപ്പെടുന്നു. ഏതായാലും അങ്ങനെയൊക്കെ ചെയ്ത് മരുന്നുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് വല്ല സ്ത്രീക്ക് മരുന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇയാൾ ഈ വൃത്തികെട്ടനായതുകൊണ്ടാണ് ഇതെല്ലാം പഠിച്ചു വെച്ച് ഈ പണിയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇയാളെക്കുറിച്ച് ഒരുപാട് സ്ത്രീകളൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീലമ്പടനാണ് എന്നുള്ളത് വെളിയിലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഇയാളെ തള്ളി പറയാൻ തയ്യാറായിട്ടുള്ളത് വി ഡി സതീശനാണ്. വി ഡി സതീശൻ പറഞ്ഞു, അതുപോലെ രമേശ് ചെന്നിത്തല പറഞ്ഞു, സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. പിന്നെ കെ മുരളീധരനും പറഞ്ഞു. അപ്പോൾ ഇയാളെ ഇതിൻ്റെ പരമ്പരാഴികൾ മനസ്സിലാക്കിയായിരിക്കും പാർട്ടി ആദ്യം തന്നെ ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കി, അത് ഇന്ന് എടുത്ത് കളഞ്ഞു, അയാളെ അത് ഇന്ന് മാറ്റി. പിന്നെ ഇയാളെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്തു. നിയമസഭാ കക്ഷി ഇന്ന്, അതായത് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അതിൽ നിന്ന് മാറ്റി. അപ്പോൾ ഇതൊക്കെ ചെയ്തു. ഇനി വീണ്ടും അയാളെ പുറത്താക്കണമെന്ന് പറഞ്ഞാൽ ഇനി ഇവരെ എവിടെയിട്ട് പുറത്താക്കും? ഒരു തവണ പുറത്താക്കിയ ഒരാളെ പിന്നെ ഇയാളെ അകത്താക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾ രാഷ്ട്രീയ പരിപാടികളിൽ ഒന്നും പങ്കെടുത്തതായിട്ട് അറിയാൻ വയ്യ. ഇനി രഹസ്യമായിട്ട് വല്ല പ്രോഗ്രാമിൽ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അയാൾ പങ്കെടുത്തതിനകത്ത് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി ശിവൻകുട്ടിയൊക്കെ പങ്കെടുത്തതായിട്ട് മനസ്സിലായി, പത്രവാർത്തയൊക്കെ കണ്ടു. പക്ഷേ ഈ വി ഡി സതീശനൊന്നും അയാളുമായിട്ട് വേദി പങ്കിട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഇല്ലെന്നുള്ളത് തന്നെയാണ് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇനി ഏതെങ്കിലും പാർട്ടി പരിപാടികളിൽ ഇയാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത്, കോൺഗ്രസ് ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ് ആ ചെയ്യുന്നത്. കാരണം അവർ പുറത്താക്കി എന്ന് പറയുന്ന ഒരാളെ പിടിച്ച് ഈ അകത്താക്കി എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അത് വളരെ വലിയ ഗുരുതരമായ പിഴവാണ് ആ നടത്തിയേക്കുന്നത്. അത് യഥാർത്ഥത്തിൽ തെറ്റ് തന്നെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ. പിന്നെ ഇയാൾ വോട്ട് ചോദിക്കാൻ നടക്കുന്നത് അത് അയാളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ എല്ലാവരും മാധ്യമപ്രവർത്തകരൊക്കെ ശ്രീകണ്ഠൻ്റെ അടുത്ത് ചോദിക്കുന്നു, അതായത് നമ്മുടെ MP അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നു, പിന്നെ ഇയാൾ എന്തിനു രാജിവെക്കുന്നില്ല? MLA സ്ഥാനം രാജിവെക്കണ്ടേ? അയാൾ രാജിവെക്കാത്ത എന്ത്? ആരാ രാജിവെക്കേണ്ടിയേ? അയാളാ രാജിവെക്കേണ്ടിയേ? ഇപ്പോൾ ശ്രീകണ്ഠൻ വിചാരിച്ചാൽ അയാൾ രാജിവെക്കാൻ വെക്കത്തില്ല, കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ അയാൾ രാജിവെക്കേണ്ട കാര്യമില്ല. അയാളെ ജനങ്ങൾ തിരഞ്ഞെടുത്തു, അയാൾ MLA ആണ്. അയാൾക്ക് തോന്നുന്നെങ്കിൽ അയാൾ രാജിവെക്കും, തോന്നുന്നില്ലെങ്കിൽ അയാൾ രാജിവെക്കത്തില്ല. ഇവരുടെ കൂടെ അയാളെ ഇരുത്തുന്നില്ലല്ലോ നിയമസഭയ്ക്കകത്ത്, അതുപോലും വെളിവായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇയാൾ MLA സ്ഥാനം രാജിവെക്കാത്തത് കോൺഗ്രസിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ എന്തുവാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോൺഗ്രസ് അല്ലല്ലോ ഇയാളെ തിരഞ്ഞെടുത്തത്, ഇയാളെ ജനങ്ങളല്ലേ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇയാൾ വേണമെങ്കിൽ അയാൾ രാജിവെക്കുന്നെങ്കിൽ വെല്ലാൻ ഗുഡ്. പിന്നെ ഇയാൾക്ക് അനങ്ങാതെ ചൊറിയും കുത്തി വീട്ടിൽ ഇരുന്നപ്പോഴായിരുന്നു ഈ സമയത്ത് ഈ 4 മാസം മുമ്പ് ഉണ്ടായ ഈ പ്രോബ്ലം അടങ്ങിയിരിക്കുന്നതായിരുന്നു. ഇപ്പം ഇയാൾ കയറാനിരിക്കുന്ന കുരങ്ങന് ഏണിയാരി കൊടുത്തതുപോലാണ് ഇയാൾ ഈ ഇടതുപക്ഷത്തിനെ സഹായിക്കാനായിട്ട് ഇപ്പം ഈ പ്രവർത്തനത്തിന് ഇറങ്ങിയത്. ഇയാൾ വോട്ട് ചോദിക്കാൻ ഇറങ്ങി, കോൺഗ്രസ്സുകാരനായിട്ട് ഇറങ്ങി, വീണ്ടും സുസ്മേരവദനായിട്ട് ഞാൻ നടക്കുകയാണ്. നാണമില്ലേ അവന് യഥാർത്ഥത്തിൽ?
ഇവനെ കൊണ്ട് വോട്ട് ചോദിപ്പിക്കുന്നവന്മാരെ എന്തോ പറഞ്ഞാൽ നോക്കും. ആ വോട്ട് ചോദിക്കുന്നവന്മാരെന്ന് പറഞ്ഞാൽ ഇയാൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരൊറ്റ ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലേ അത്, വോട്ട് ചോദിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് ഈ കോൺഗ്രസിനൊന്നും ചെയ്യാൻ വയ്യ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അവർ എവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചേക്കുന്നതാണെങ്കിൽ കോൺഗ്രസിൻ്റെ ലേവൽ മത്സരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥി എടുത്ത് പറയണം ഇവനെ കൊണ്ട് നടക്കരുതെന്ന്. എന്തുകൊണ്ട് ഇവർ പറഞ്ഞില്ല? അവിടെ കിടന്ന് ഉരുളുമായിരുന്നു. അപ്പം ഇതാണ് ഇതിനകത്തെ യഥാർത്ഥ സംഭവം. അതുകൊണ്ട് ഇയാൾ ഒളിച്ചുപോയി. ബുദ്ധിപരമായ ഒരു തീരുമാനമാണ്. ഒളിച്ചു പോയതുകൊണ്ട് അയാൾക്ക് ഒളിവിലിരുന്നുകൊണ്ടും ഒരാൾക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് മൂവിയൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. മുൻകൂർ ജാമ്യത്തിന് ഇയാൾക്ക് എല്ലാ അർഹതയും ഈ ബലാത്സംഗ കേസിനകത്ത് ഉറപ്പായിട്ടുണ്ട്. കാരണം ബലാത്സംഗ കേസ് യഥാർത്ഥത്തിൽ അതിനകത്ത് ഞാനീ പറഞ്ഞ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അത് നിലനിൽക്കുന്ന സാധ്യത കുറവെന്നേ ഞാൻ പറയുന്നുള്ളൂ. യഥാർത്ഥം ഇല്ല എന്ന് തന്നെ പറയണം. അതില്ല. പരസ്പര ധാരണയോടുള്ള ലൈംഗിക വീഴ്ച. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എന്താണെന്നറിയാം, ഈ പറഞ്ഞ പോലെ ഗർഭഛിദ്രം. അതിന് ശരിയായ എവിഡൻസ് ഞാൻ ഈ പറഞ്ഞതുപോലെ വേണം. ഉണ്ടെങ്കിൽ അത് 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു ഒഫൻസാണ്. അപ്പോൾ അത് പിന്നെ ഈ സ്ത്രീക്ക് ഇനി ഈ സ്ത്രീ ആവശ്യപ്പെട്ടെങ്കിലോ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഒരാൾ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു, അവർ സുഹൃത്താണ്, അയാൾ ഇതിന് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു, അത് മരുന്നും കഴിച്ച് ഇവർക്ക് ശാരീരിക അസ്വസ്ഥതയൊക്കെ ഉണ്ടായി, പ്രശ്നമുണ്ടായി. അതിന് യഥാർത്ഥത്തിൽ ആരെയും കുറ്റം പറയാൻ ഒക്കത്തില്ല. അത് പ്രായപൂർത്തിയായ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഏത് സ്ത്രീയാണെന്നും എനിക്കറിയില്ല, ഇവരുടെ ദേശം. ഇപ്പോൾ ഏതായാലും വലിയമല പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കേസ് നേരെ നേമം പോലീസ് സ്റ്റേഷനിലേക്ക് മാറി. പിന്നെ ഇപ്പോഴെന്താണ് ഈ സ്ത്രീ വരാൻ കാരണം? ഇതുവരെ പരാതിയില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഈ പോലീസുകാരൊക്കെ സ്ഥിരമായിട്ട് അവരുടെ പുറകെ പോയി ചോദിച്ചു പരാതി എഴുതി കൊടുക്കാൻ. തയ്യാറല്ല, വേണ്ടെന്ന് പറഞ്ഞു, അവർക്ക് പരാതിയില്ലെന്ന് പറഞ്ഞു. ഇപ്പം പിന്നെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പം വരാനുള്ള സാഹചര്യങ്ങൾ ഒന്ന് ശബരിമല പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക, 2 PM ശ്രീ അതിനകത്ത് കുടുങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ അതും കഴിഞ്ഞിട്ട് ലേബർ കോഡിന് വേണ്ടിയുള്ള റൂൾസ് ഫ്രെയിം അതിനകത്ത് പിണങ്ങി ഇരിക്കുകയാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നു, ബുദ്ധിമുട്ടായി. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പം യഥാർത്ഥത്തിൽ അങ്ങനെ നിന്ന് ബന്ധപ്പെട്ട് അവർ നിൽക്കുന്ന ഒരവസരത്തിലാണ് ഇത് വന്നേക്കുന്നത്. ഏത് ഇലക്ഷൻ വന്നാലും അവിടെ ഒരു പെണ്ണ് വരണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രയോജനമില്ല. ഇവരതുകൊണ്ട് പ്രയോജനം ഉണ്ടാക്കും. അതാണ് ഇതിൻ്റെ കാരണം ഇപ്പം വന്നേക്കുന്നത്. അല്ലെങ്കിൽ ഇതുവരെ വേണ്ടാത്തവർ ഇപ്പം വന്ന എന്താണ്? അതുകൊണ്ട് ഇതാ ഞാൻ പറഞ്ഞത്, ഇവൻ അനങ്ങാതെ വീട്ടിൽ ചൊറിയും കുത്തി ഇരുന്നെങ്കിൽ ഈ പെണ്ണ് കൊണ്ടുവരാൻ ഒക്കത്തില്ല. കാരണം ഇത് മറന്ന ഒരു അധ്യായമായിട്ടേ വരുള്ളൂ. നേരെ മറിച്ച് ഇയാൾ പൊതുരംഗത്തോട്ട് അങ്ങോട്ട് ശക്തമായിട്ട് ഇറങ്ങി റെഡിയായി, ഇയാൾ വലിയ കോൺഗ്രസ്സുകാരനായിട്ട് അയാൾ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോഴിവർക്ക് വീണ് കിട്ടി ഒരവസരം. അതേ ഉള്ളൂ. ശബരിമലയൊക്കെ ഇതിനകത്ത് അടിയിലോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ഇടപാടാണ് ഈ വന്നേക്കുന്നതെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതിന് അവിതർക്കിതമായ കാര്യമാണ്, ഒരു സംശയമില്ല. പിന്നെ ഒരു സ്ത്രീ അതിൻ്റെ കേസ് നിലനിൽക്കുമെങ്കിൽ അത് അന്വേഷിക്കണം, നന്നായിട്ട് അന്വേഷിക്കണം, ചാർജ് കൊടുക്കണം, ഇങ്ങനെയുള്ളവനെ പിടിച്ച് അകത്തിടണം. അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ചെയ്യണം. അതാണ് കാര്യം. ഏതായാലും കോൺഗ്രസ് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇതേപോലെ അധാർമിക പ്രവർത്തികൾ നടത്തുന്ന, അശ്ലീല പ്രവർത്തികൾ നടക്കുന്ന വൃത്തികെട്ടവന്മാരെ ചുമന്നുകൊണ്ട് നടക്കരുത്. അതായിരിക്കും ചെയ്യേണ്ടത്.